ഇന്ന് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഒരുപാട് ജോലിയൊക്കെ കിട്ടും. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിരവധി ജോലി കിട്ടും. അതിന് സാഹചര്യം ഇല്ലെന്ന് പറയുന്നെങ്കിൽ കൂടി ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ കിട്ടുന്നുണ്ട്. ഒരുപാട് അംഗീകരിക്കുന്ന മനുഷ്യരുണ്ട്. നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്ന ജോലികൾ ഒരുപാടുണ്ട്. പക്ഷെ അതിന് നമ്മൾ തയ്യാറാവണം. എളുപ്പത്തിൽ നമുക്ക് ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് ഇത്ര 1000 രൂപകൾ വേണം, നമുക്ക് മേലും അനങ്ങാതെ കിട്ടുന്ന, അത് തികച്ചും നല്ലതിനല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഇൻഡിവിജ്വലായിട്ട് നിൽക്കണമെന്നാണ്. പക്ഷേ നമ്മുടെ കൊച്ചിയിൽ തന്നെ തെരുവുകളിലൊക്കെ വർക്കേഴ്സിനെ കാണുന്നവരിൽ കൂടുതലും ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അപ്പോൾ അത് വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ടി വരുന്നത് അത്തരം മോശം സാഹചര്യത്തിലാണ് അവരുടെ അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെക്സ് വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ അവർ കൂടുതലാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് കൂടിയാണ്. തികച്ചും പറഞ്ഞാൽ ആണിലും പെണ്ണിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിലും നിരവധി ആൾക്കാരുണ്ട്. അത് നമ്മൾ പബ്ലിക്കിൽ കാണുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമാണെന്നേ ഉള്ളൂ. ഈ ആണിലും പെണ്ണിലും വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാരങ്ങനെ പോകുന്നവരുണ്ട്. അത് നമ്മൾ പബ്ലിക്കിൽ കാണുന്നില്ല. നമ്മൾ സമൂഹം പലപ്പോഴും കല്ലെറിയുമ്പോഴും ഇങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാരെ മോശം പറയുമ്പോഴും പല ആൾക്കാരും ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയും സ്വന്തമായിട്ട് ഒരു സെക്സ് വർക്കർ ആവുന്നില്ല. സമൂഹത്തിൽ മാന്യൻ എന്ന് പറഞ്ഞു കിടക്കുന്ന ഈ പുരുഷന്മാര് പോകുമ്പോഴല്ലേ അവര് അത്രയും ഒരു സെക്സ് വർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും മാന്യത കാണിച്ച് സമൂഹത്തിന്റെ മുന്നിൽ നല്ല പിള്ള ചമയുന്ന ആൾക്കാര് പോയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെക്സ് വർക്ക് ട്രാൻസ്ജെൻഡേഴ്സിലും ഉണ്ടാവില്ല. ഇവര് പോകാൻ ആൾക്കാരുണ്ടല്ലോ. ഈ പകല് വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് മോശം പറയുന്ന മനുഷ്യര് രാത്രിയിൽ നോക്കുമ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഈ റോഡിൽ പോയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്, ഇവര് തേടുന്നത്. അത്തരം അവസ്ഥകൾ മാറേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു സീമയ്ക്ക് ശരിക്കും ചൈൽഡ് അബ്യൂസ് നേരിടേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ട്രാൻസ് ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ല, സാധാരണ ഒരു കുട്ടിക്കുണ്ടാവുന്ന അബ്യൂസ് ആയിരുന്നോ അതേ ഇങ്ങനെ ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അബ്യൂസ് ഉണ്ടായത്? അല്ല, എനിക്ക് കുട്ടിക്കാലത്ത് എന്താ പറയാ സെക്ഷൽ അബ്യൂസ് അല്ല ഉണ്ടായിട്ടുള്ളത്. എനിക്ക് വന്നിട്ട് മാനസികമായിട്ട് നമ്മൾ ഒരു ട്രാൻസ് ആണ് എന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഒക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കൂടുതൽ ദേഹോപദ്രവമായിട്ടും ഒക്കെ കിട്ടിയിട്ടുള്ളത്. കാരണം എനിക്ക് സ്കൂളിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. സ്കൂളിൽ ഒക്കെ വെച്ചിട്ട് ഉപദ്രവിക്കുക, കുട്ടികളെ ഉപദ്രവിക്കുക. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഈ ടീനേജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കും. അപ്പം നമ്മുടെ ചേഷ്ടകളും നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം എന്നെ ഈ വഴിയിലൊക്കെ നിന്നിട്ട് ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, നീ ആണാ, ഈ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെ അതിൻ്റെ തന്നെ പോലെ നീ ആണാണോ പെണ്ണാണോ നോക്കട്ടെ, നമുക്കൊരു സംശയമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ആൾക്കാർ, ഞാനങ്ങനെ ഓടി നിലവിളിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഭയങ്കര വിജനമായിട്ടുള്ള വഴിയാണ്. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇന്നും ആ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഇതാണ്, ഇവരൊക്കെ എത്ര പകൽമാന്യന്മാരായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ ആണാണോ പെണ്ണാണോ അവർക്ക് ഡൗട്ടാണ്. അവർക്ക് ശരിക്കും എന്താണ് ഐഡൻറ്റിറ്റി എന്താണെന്നും ശരിക്കും അറിയാം. നമ്മൾ അന്നൊരു ആ ഒരു ഐഡൻറ്റിറ്റി അറിഞ്ഞ് നമ്മളെ അറിയാതെയാണ് നമ്മൾക്കുള്ളിലേക്ക് ആ ഒരു ഇത് നമ്മുടെ ആ ചേഷ്ട, സ്ത്രീകളുടെ ചേഷ്ട വരുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നതോ ആക്ട് ചെയ്യുന്നതോ ഒന്നുമല്ല. അപ്പോൾ ആ ഒരു സമയം ഞാനിങ്ങനെ എൻ്റെ വീട്ടിന് അടുത്തുകൂടി പോകുന്ന ആരെങ്കിലും കൂട്ടിനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. ഞാനതുപോലെ തന്നെ ഒരു ഫ്ലവർ മില്ലിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ ശരിക്കും ഒരു 5-6 കിലോമീറ്റർ നടന്നാണ് ഈ ഫ്ലവർ മില്ലിൽ ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഈ അരി ഉഴുന്നൊക്കെ ആട്ടി കഴിഞ്ഞിട്ടൊക്കെ സമയം 7-8 മണിയാവും. എന്നിട്ട് പിന്നെ നടന്നാണ് പോകുന്നത്. കാരണം എനിക്ക് തുച്ഛമായ, എനിക്ക് തോന്നുന്നു 1500-1600 രൂപയാണ് മാസം കിട്ടുക. അപ്പോൾ എനിക്ക് 14 എന്തോ വയസ്സേ ഉള്ളൂ. ഞാൻ 9th കഴിഞ്ഞ് ആ ഒരു സമയമാണ്. നടന്നാണ് പോവുക. അപ്പോൾ ഞാനിങ്ങനെ പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി നടന്നു പോവാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ, പക്ഷെ ആരും കാണില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു എൻ്റെ ഒരു വീടിൻ്റെ ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വീടിനടുത്തേക്കുള്ള ഒരു, നമ്മൾ പറയും ഇങ്ങനെ വാഴപ്പണ അല്ലെങ്കിൽ ഏലാവാരം എന്നൊക്കെയാണ് നമ്മളവിടെ പറയുന്ന ഭാഷ. അപ്പോൾ ആ സ്ഥലം കടന്നു കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കടയുടെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ. കാരണം എനിക്ക് പേടിയാണ്, ഇവരിങ്ങനെ ചാടി വീഴും, ഇങ്ങനെ പേടിപ്പിക്കും, അങ്ങനെ ഭയപ്പെടുത്തും, അങ്ങനെയൊക്കെ ഒരുപാട് എനിക്കങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പേടിച്ചിട്ടുണ്ട്, അങ്ങനെ പോവാൻ മടിച്ചിരുന്നിട്ടുണ്ട്. ഇങ്ങനെ ഇവർ ഇങ്ങനെ
ഭീതിപ്പെടുത്തുന്ന കാരണം ഭയങ്കര എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മേക്കപ്പിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ ജോലിയാണ് ചെയ്തിട്ടുള്ളത്? അയ്യോ, ചെയ്തിട്ടുള്ള ജോലികളാണെങ്കിൽ ഒരുപാട്. കുട്ടിക്കാലത്ത് അച്ഛന് ഈ ഐസൊക്കെ വിൽക്കുന്ന പണിയായിരുന്നു. നമ്മൾ കോലൈസ് അങ്ങനത്തെ ഐസ് ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോള് പോലെ ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഐസൊക്കെ വിൽക്കുന്ന അങ്ങനത്തെ സംഭവമാണ്. അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന, അതാണ് ഏറ്റവും ചെറുതിലെ. അപ്പൊ അവധി ദിവസങ്ങളുണ്ട്, ഞാനും അനിയനും, അവൻ എന്നെക്കാളും 2 വയസ്സിന് ഇളയതാണ്. ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത്, 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ ഈ പെട്ടിയിൽ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ, അതാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ളത്, പിന്നെ അമ്മയൊക്കെ പോയി കഴിഞ്ഞു, തിരിച്ച് വീണ്ടും ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് വന്നു. ശേഷമാണ് ഞാൻ പെട്രോൾ പമ്പിലേക്ക് ജോലിക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് പെട്രോൾ പമ്പിൽ ഭയങ്കരധികം മാനസികമായിട്ടും ആൾക്കാർ കളിയാക്കുക, മോശം പറയുക, ഒരുപാട്. കാരണം ചിലപ്പോഴൊക്കെ എനിക്ക് അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് ലേറ്റ് ആവും. അപ്പം ആ സമയം എനിക്ക് വാക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പട്ടത്ത് പെട്രോൾ പമ്പിൽ നിന്ന് എൻ്റെ വീട് പുളിയറക്കോണത്തേക്ക് നല്ല ഒരുപാട് ദൂരമുണ്ട്. ആ ഒരു ദൂരം ഞങ്ങളുടെ 10:45 ബസ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി കഴിയുക 10:30 കഴിയുക. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് 10:30 ഡ്രസ്സ് മാറി എന്നിട്ട് വേണം ഞാൻ ഇവിടെ PMGയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അത്രയും ഒരു സമയം ചിലപ്പോൾ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ എനിക്ക് വരികയും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾ. പിന്നെ എനിക്ക് ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആൾക്കാർ വളരെയധികം മോശമായിട്ട് പറയുക, നമ്മളോട് ചിരിച്ചു നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് നമ്മളെ കളിയാക്കുക, അവർ പരസ്പരം പറഞ്ഞ് ചിരിക്കുക, നമ്മളെ ചെവി കൊണ്ട് കേൾക്കുക, നമ്മളെ ഓരോ വട്ടപ്പേരിട്ട് വിളിക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് പോകുന്ന ജോലിക്ക്, ഈ ഫ്ലവർ മില്ലിലേക്ക് പോകുന്നത്. അവിടെ ഞാൻ ഒരു 1.5 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അവിടെയും ഫ്ലവർ മില്ലിൻ്റെ ഓണറുടെ 2ാമത്തെ മകൻ വരുന്ന സമയത്ത് എന്നെ ഇതുപോലെ ഇങ്ങനെ മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെയധികം. അന്ന് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അവരുമായിട്ട്, ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എന്നെ അവരെ വീട്ടിലെ കുട്ടിയെ പോലെയാണ് കണ്ടിട്ടുള്ളതും. അവിടുന്ന് ഫുഡാണെങ്കിലും അവിടെ നിന്ന് കഴിക്കുക. അപ്പോൾ എൻ്റെ ഐഡന്റിറ്റി ഇത് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഇതായിട്ടൊക്കെ മോശമായിട്ടൊക്കെ പറഞ്ഞു. എനിക്കപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകുന്നതേ വെറുപ്പായി തുടങ്ങി. ആ വീട്ടിലേക്ക് പോകാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വെറുപ്പും ഒക്കെ. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും സപ്പോർട്ടാണ്. പക്ഷെ അവരെ മകനല്ലേ, അപ്പോൾ പിന്നെ അവർ അത് എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ ഹോം നേഴ്സിന് പോകുന്നത്. ഹോം നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1.5 വർഷക്കാലം ഹോം നേഴ്സായിട്ട് പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഞാൻ ഈ TV പ്രോഗ്രാമിലൊക്കെ അപ്പോഴാണ് ചെയ്തു തുടങ്ങുന്നത്. കോമഡി പ്രോഗ്രാം, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തു തുടങ്ങുന്ന ആ സമയത്താണ്. അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നല്ലോ ശരിക്കും, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. അയ്യോ, ഒരുപാട്. ഒരു അച്ചാച്ചനെ നോക്കാൻ പോയ സമയത്താണെങ്കിൽ ഞാൻ മുകളിലത്തെ നിലയിലാണ്, അച്ചാച്ചൻ കിടത്തിയിരിക്കുന്ന മുകളിലത്തെ നിലയിലാണ്. അവർ ഫുഡ് കൊണ്ട് ഡോറിന്റെ പുറത്തു കൊണ്ട് വെച്ചിട്ട് ബെല്ലടിച്ചിട്ട് പോയി കളയുക, അങ്ങനെയൊക്കെ നമ്മളെ എന്തോ ഒരു ഇതുപോലെ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിയേർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളെ ഒരു ഇതായിട്ട് അദ്ദേഹത്തിനെയും കാണുന്ന അങ്ങനെ നമ്മളെയും കാണും, നമ്മളോടൊന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അങ്ങനത്തെ ഒരു മനുഷ്യന്. വേറൊരു ഫാമിലി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബന്ധുക്കാരൊക്കെ വരുന്ന സമയത്ത് നമ്മളെ അങ്ങ് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ വൈകുന്നേരമൊക്കെയാണ് നമ്മളെ റൂമിലേക്ക് വിളിക്കുന്നത്. അതുവരെ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം. വളരെയധികം കാരണം ഞാൻ ഐഡന്റിറ്റി ഒക്കെ ഡിക്ലെയർ ചെയ്ത സമയമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് തലമുടിയും ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് കാണുമ്പോൾ അങ്ങനെയായിട്ട്, അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പ്രസന്റ് ചെയ്യാനൊരു മടി അവർക്ക്. ഇങ്ങനെ ഒരാളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഫാമിലി വരുന്ന സമയമാകുമ്പോൾ നമ്മളെ പുറത്തേക്ക് ആക്കുന്നതെന്നും എന്നൊക്കെ എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പോൾ അവിടെ എനിക്ക് വളരെയധികം നമ്മളെ ആരും ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ചേർത്ത് പിടിക്കല് അതൊക്കെ കിട്ടുമ്പോൾ നമ്മളെ ഹാപ്പിയാണ്. അല്ലാതെ ഒരുപാട് ഇങ്ങനെ കാശ് വേണം അല്ലെങ്കിൽ ഒരുപാട് ഇത് വേണം അത് വേണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കുറച്ച് ഇത്തിരി ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഹാപ്പി ആയിരിക്കും.